നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ കാർവാഷ് ബിസിനസിന്റെ മറവിൽ വൻ മനുഷ്യക്കടത്ത്, പ്രതികൾക്ക് കനത്ത ശിക്ഷ. UK-യിൽ കാർവാഷ് ബിസിനസിന്റെ മറവിൽ വൻതോതിൽ മനുഷ്യക്കടത്ത് നടത്തിയ 2 പേർക്ക് 19 വർഷം വീതം തടവ് ശിക്ഷ ലഭിച്ചു. ദിൽഷാദ് ഷാമോ, അലി ഖാദിർ എന്നിവരെയാണ് കാർഡിഫ് ക്രൗൺ കോടതി ശിക്ഷിച്ചത്. പീപ്പിൾസ് സ്മഗ്ലിംഗിലെ ട്രിപ്പ് അഡ്വൈസർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഘം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. ദക്ഷിണ വെയിൽസിലെ കെയർഫിലി കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ആഴ്ചയിൽ ശരാശരി 100 പേരെ വീതം ഇവർ യൂറോപ്പിലേക്ക് കടത്തിയതായി നാഷണൽ ക്രൈം ഏജൻസി കണ്ടെത്തി. പുറമെ സാധാരണ കാർവാഷ് സ്ഥാപനമായി തോന്നുമെങ്കിലും ഇതിനുള്ളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു കുറ്റകൃത്യ ശൃംഖലയാണ് പ്രവർത്തിച്ചിരുന്നത്. യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് വിവിധ പാക്കേജുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. വ്യാജ പാസ്പോർട്ടും വിമാനയാത്രയും ഉൾപ്പെടുന്ന പ്ലാറ്റിനം പാക്കേജിന് 25 ലക്ഷം രൂപ വരെ ഈടാക്കി. സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിംഗ് രീതികളും ഇവർ ഉപയോഗിച്ചിരുന്നു. ഇറാഖ്, ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ബെലാറസ്, മോൾഡോവ, ബോസ്നിയ വഴി ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവരുടെ രീതി. അനൗദ്യോഗിക പണമിടപാട് രീതിയായ ഹവാലയാണ് ഇടപാടുകൾക്കായി ഉപയോഗിച്ചത്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതായും സൂചനയുണ്ട്. ബ്രിട്ടീഷ് ചെസ് ലോകത്ത് തമിഴ് പെൺകുട്ടികളുടെ മുന്നേറ്റം. 11 വയസ്സുകാരി ബോധന ശിവാനന്ദൻ 1ാം സ്ഥാനത്ത്. ബ്രിട്ടീഷ് ചെസ് ലോകത്ത് തമിഴ് വംശജരായ പെൺകുട്ടികൾ മികച്ച മുന്നേറ്റം നടത്തുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റാങ്കിംഗ് പട്ടികയിൽ ബ്രിട്ടനിലെ മികച്ച 20 വനിതാ താരങ്ങളിൽ 4 പേരും തമിഴ് വംശജരാണ്. ഇതിൽ 11 വയസ്സുകാരിയ ബോധന ശിവാനന്ദൻ 2366 എലോ റേറ്റിംഗുമായി 1ാം സ്ഥാനം കരസ്ഥമാക്കി ചരിത്രം കുറിച്ചു. 4 തവണ ബ്രിട്ടീഷ് വനിതാ ചാമ്പ്യനായ ലാൻ യാവോയെ പിന്നിലാക്കിയാണ് ഹാരോയിൽ നിന്നുള്ള ബോധന ഈ നേട്ടം സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കുടിയേറിയ ശിവാനന്ദൻ വേലായുധത്തിന്റെ മകളായ ബോധന ഇന്ന് ബ്രിട്ടനിൽ 1ാം നമ്പർ വനിതാ ചെസ് താരമാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് 5ാം വയസ്സിൽ ചെസ് ബോർഡിൽ നിന്നാണ് ഇവരുടെ കരിയർ ആരംഭിച്ചത്. 6 വർഷത്തിനുള്ളിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച വനിതാ താരമായി മാറിയ ബോധന പ്രായഭേദമന്യേയുള്ള റാങ്കിങ്ങിൽ 40ാം സ്ഥാനത്താണ്. 2024 ഹംഗറിയിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിച്ച ബോധന ഏതൊരു കായിക ഇനത്തിലും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതിയും നേടി. കൂടാതെ അക്ഷയ കലൈകൻ, അനുഷ സുബ്രഹ്മണ്യം, ശാംഭവി ഹരിഹരൻ എന്നിവരും ആദ്യ 20 പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇറാൻ US ചർച്ചകൾക്കായി പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകളും പുരോഗമിക്കുന്നു. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്കായി ഇറാനിയൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തി. ഈ വാരാന്ത്യമാണ് ചർച്ചകൾ നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് JD വാൻസിന് എല്ലാവിധ ആശംസകളും നേർന്നു. ചർച്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവച്ച വാൻസ് ഇറാൻ നല്ല ഉദ്ദേശത്തോടെ സഹകരിച്ചില്ലെങ്കിൽ US പ്രതികരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ലെബനനിൽ വെടിനിർത്തൽ നടക്കണമെന്ന നിലപാടിലാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ. അതേസമയം ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടക്കുമെന്നും വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും ലെബനൻ അധികൃതർ അറിയിച്ചു. എന്നാൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടുത്തില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നത് ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ലോകരാഷ്ട്രങ്ങൾക്ക് നിർണായകമാണ്. ഇത് പാകിസ്ഥാനും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഗുണം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. നിലവിൽ രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന പാകിസ്ഥാന് ഈ ചർച്ചകൾ ഒരു മുതൽക്കൂട്ടാകും. ഇംഗ്ലണ്ടിൽ ഡോക്ടർമാരുടെ സ്ട്രൈക്ക് അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. പുതിയ കുറഞ്ഞ വേതന നിർദ്ദേശം കൊണ്ട് മന്ത്രിമാർ അവസരം നഷ്ടപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നേതാവ് ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ. ഡോക്ടർമാർക്ക് വാഗ്ദാനം ചെയ്ത ശമ്പള വർധനവ് സംബന്ധിച്ച ചർച്ചകളിൽ സർക്കാർ അവസാന നിമിഷം വരുത്തിയ മാറ്റങ്ങളാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധികളും സർക്കാരും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശമ്പള വർധനവിൻ്റെ കാര്യത്തിൽ സർക്കാർ നൽകിയ വാഗ്ദാനം വലിയ തോതിൽ കുറച്ചതും അത് 3 വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോയതുമാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം. സമരം തുടരുന്നതിനാൽ NHS സേവനങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേരുടെ അപ്പോയിൻമെൻറ്റുകളും ശസ്ത്രക്രിയകളും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും 2008 ശമ്പള നിലയിലേക്ക് തിരിച്ചെത്തണമെന്നുമാണ് അവരുടെ ആവശ്യം. 25 വർഷത്തെ അവധിയെടുക്കാതെ ജോലി ചെയ്ത ജീവനക്കാരന് 4 ലക്ഷം പൗണ്ടിലധികം നഷ്ടപരിഹാരം. 25 വർഷത്തിനിടെ അവധിയെടുക്കാൻ സാധിക്കാത്ത ജീവനക്കാരന് ഏകദേശം 4 ലക്ഷം പൗണ്ടിലധികം നഷ്ടപരിഹാരം ലഭിച്ചു. മോസ്റ്റെക് അങ്കേലി എന്ന
ജീവനക്കാരനാണ് ഈ തുക ലഭിച്ചത്. തന്റെ സ്ഥാപനം ജീവനക്കാരുടെ കുറവ് ചൂണ്ടിക്കാണിച്ച് അവധി അപേക്ഷകൾ നിരസിക്കുകയായിരുന്നു. ഇത് കാരണം ദശാബ്ദങ്ങളായി അദ്ദേഹം 827 ദിവസത്തെ അവധി ഉപയോഗിക്കാതെ സൂക്ഷിച്ചു. ഒടുവിൽ ഈ ഉപയോഗിക്കാത്ത അവധി ദിവസങ്ങൾക്ക് പകരമായി ജീവനക്കാരന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. വാട്ട്ഫോർഡ് എംപ്ലോയ്മെന്റ് ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഇതുകൂടാതെ അനധികൃത പിരിച്ചുവിടൽ കേസിൽ 1,05,000 പൗണ്ടോടുകൂടി ജീവനക്കാരന് ലഭിച്ചു. 1987 ലണ്ടനിലെ ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. തുടക്കത്തിൽ പ്രതിവർഷം 30 ദിവസത്തെ അവധി ലഭിച്ചിരുന്നു. എന്നാൽ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കുറവ് കാരണം അവധിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇത് ഒരു പതിവായപ്പോൾ അവധി ദിവസങ്ങൾക്ക് പകരമായി പണം വാങ്ങാമെന്ന് അദ്ദേഹം സ്ഥാപനവുമായി കരാറിലെത്തി. അയർലൻഡിലെ വെക്സ്ഫോർഡിൽ മലയാളി നഴ്സ് മെറിൽ സ്മിൽട്ടൺ നിര്യാതയായി. കോതമംഗലം സ്വദേശിനിയായ ഇവർ വെക്സ്ഫോർഡ് ജനറൽ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്നലെ രാവിലെ ജന്മനാട്ടിൽ വെച്ചാണ് മെറിൽ ലോകത്തോട് വിട പറഞ്ഞത്. യൂറോപ്പിൽ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നു. യാത്രാ താമസം പ്രതീക്ഷിക്കാം. യൂറോപ്പിൽ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം ഇന്നലെ മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നു. ഇത് വിമാനത്താവളങ്ങളിൽ യാത്രാ താമസം വർദ്ധിപ്പിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ സംവിധാനത്തിലൂടെ യാത്രക്കാർ അവരുടെ വിരലടയാളവും ഫോട്ടോയും രേഖപ്പെടുത്തണം. കൂടാതെ താമസിക്കുന്ന സ്ഥലം, സാമ്പത്തിക ശേഷി, മടക്കയാത്രാ ടിക്കറ്റ് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. യൂറോപ്യൻ ഷെൻഗൻ മേഖലയിലെ 29 രാജ്യങ്ങൾ സന്ദർശിക്കുന്നവർക്കും അവിടങ്ങളിൽ നിന്ന് മടക്കയാത്ര ചെയ്യുന്നവർക്കും ഇത് നിർബന്ധമാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിരലടയാളം നൽകേണ്ടതില്ല. രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ സാധുതയുണ്ടായിരിക്കണം. ഈ പുതിയ സംവിധാനം കാരണം ആയിരക്കണക്കിന് പേർക്ക് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഏകദേശം 700 പേർക്കാണ് പ്രവേശനം നിഷേധിച്ചത്. യുകെയിലെ വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റ് ചൂഷണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്ത്. യുകെയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റ് പലപ്പോഴും ചൂഷണങ്ങൾക്ക് വഴിവെക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസ ഏജന്റുമാർ വഴി സൗജന്യ സഹായം വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. എന്നാൽ പലപ്പോഴും തെറ്റായ വാഗ്ദാനങ്ങളും ഉയർന്ന ട്യൂഷൻ ഫീസും കാരണം വിദ്യാർത്ഥികൾ കടക്കണിയിൽ അകപ്പെടുന്നു. യുകെയിലെ സർവകലാശാലകൾ വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന ഫീസ് വരുമാനത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഇത് ഗുണനിലവാരത്തേക്കാൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പ്രാധാന്യം നൽകാൻ ചില സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പല ഏജന്റുമാരും ജോലി സാധ്യതകളെക്കുറിച്ചും ജീവിത ചെലവുകളെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ നൽകുന്നു. ഇത് വിദ്യാർത്ഥികളെ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കുന്നുണ്ട്. പഠനാനന്തരം നല്ല ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കുടുംബ സ്വത്തുക്കൾ പണയം വെച്ചുപോലും വിദ്യാർത്ഥികൾ ലോൺ എടുക്കുന്നു. എന്നാൽ വിപണിയിലെ കടുത്ത മത്സരം, കർശനമായ വിസ നിയമങ്ങൾ, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ എന്നിവ കാരണം പലർക്കും പഠിച്ച വിഷയങ്ങളുമായി ബന്ധമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടി വരുന്നു. ഇത് പലപ്പോഴും നിരാശയിലേക്കും കടബാധ്യതകളിലേക്കും നയിക്കുന്നു. യുകെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നിയന്ത്രണങ്ങൾ, വിസ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നിവ ഈ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം കാണാൻ പര്യാപ്തമല്ല. യുകെയിലെ M25 മോട്ടോർവേയിൽ എണ്ണ ചോർച്ച, ഗതാഗതം തടസ്സപ്പെട്ടു. യുകെയിലെ കെന്റ് M25 മോട്ടോർവേയിൽ വൻതോതിൽ എണ്ണച്ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സെവനോക്സിനും ബ്രോമിലിക്കും ഇടയിലുള്ള ഭാഗത്താണ് ഒരു HGV വാഹനത്തിനുണ്ടായ തകരാറിനെ തുടർന്നാണ് ഏകദേശം 250 ലിറ്റർ ഇന്ധനം റോഡിലേക്ക് ഒഴുകി വീണത്. ഈ കാരണം കൊണ്ട് മോട്ടോർവേയുടെ 2 ദിശകളിലെയും ഗതാഗതം നിർത്തലാക്കി. റെസ്റ്റോറേഷൻ വർക്ക് നടത്തി. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രക്കാർ ഈ പാത ഉപയോഗിക്കുന്നതിനാൽ വലിയ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചവരെ ഗതാഗതം തടസ്സപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂമലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂമലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.